എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉടുപ്പൊക്കെ ഇറങ്ങി ഓടുന്ന കേട്ടോ, ഞാൻ കുറച്ച് ഉണങ്ങിയെന്നൊരു സംശയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറുമ്പോഴത്തേക്ക്, അതായത് വീട് പണിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് താമസം മാറുമ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ ചിറങ്കീഴ് പോയപ്പോഴത്തേക്ക് അമ്പലത്തിൽ സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എന്തൊക്കെ സാധനമാണ് വാങ്ങിയത്, എത്ര രൂപയാണ് എന്നെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിയാലോ. വാ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ബൗളാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ബൗളാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം വലിയ ബൗളാണ്. ഇതാ അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്താൽ ഇത് വളയും, പക്ഷെ തറ വീണാൽ പൊട്ടുന്ന സൈസൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിലുള്ള 2 ബൗൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു ഷേപ്പ്, അതിനേക്കാളും കുറച്ചുകൂടെ വീതി കൂടിയിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ ചെറുതാണ്, വീതി കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 20 രൂപയാണ് കേട്ടോ. ഇത് 20 രൂപ, ഇതും ഒരു പീസ് 20 രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലാസ്സാണ്. ഇതാ നമ്മുടെ ചായ കുടിക്കുന്ന പോലത്തെ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് 8 പീസ് 100 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഗ്ലാസ്സാണ് ഇവിടെ മുതലാവാത്തത്. ഗ്ലാസ് നമുക്ക് മുതലാവാൻ പാടാണ്. ഗ്ലാസ് എത്ര വാങ്ങിച്ചാലും പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇപ്പോൾ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയത്. അപ്പോൾ ഈ ഗ്ലാസ് 8 ഗ്ലാസ് 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കട്ടിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഇതാ 8 ഗ്ലാസ് 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇത് വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീടിൻ്റെ ചുവരിലൊക്കെ ഈ ആണിയിൽ കുത്തി ഇങ്ങനെ വെച്ചിട്ട് ഫ്ലവർ വല്ലതുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതും ഒരു പീസ് 20 രൂപയാണ്. 2 പീസ് വാങ്ങിയത് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് 20 രൂപ സ്റ്റാളിൽ നിന്നാണ് കുറേ അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത് 20 രൂപ സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മൾ ചോറും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ കമിഴ്ത്തി അടച്ചു വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു കടയിൽ നിന്ന് ഇതിൻ്റെ ഈ സാധനം സെയിം വാങ്ങിയത് 60 രൂപയായിരുന്നു. അപ്പോൾ ഇത് 20 രൂപയാണ്. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ സാധനമാണ്. ഇത് കുറേ നാളോട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിനകത്ത് മാവ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന ആ ഒരു സാധനമാണിത്. അപ്പം ഇതും 20 രൂപയാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കൂലേ, ആ ഒരു സാധനമാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരെണ്ണം വേണമെന്ന് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം വരുന്നത്. എന്ന് പറയുമ്പം നമ്മൾ ചോറ് കഴിക്കാൻ നേരത്തെ എന്തെങ്കിലും സാധനത്തിന് ആർക്കെങ്കിലും ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് അമറും. അപ്പം ഞാൻ ഉപ്പെടുക്കാൻ ഓടും. അപ്പോൾ അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതും 20 രൂപയാണ്. ഇതും 20 രൂപയാണ്. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലാസ്സാണ്. നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഇത് കുപ്പി ഗ്ലാസ് അല്ല, കുപ്പി ഗ്ലാസ് അല്ല. ഈ ഗ്ലാസും ഒരു പീസ് 20 രൂപയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നാരങ്ങ വെള്ളമോ അങ്ങനെ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ, അങ്ങനെ പൊട്ടിയൊന്നും പോകുന്നതല്ല. അപ്പോൾ അതിൻ്റെ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഈ ഒരു ടൈപ്പ് ബൗള്. ഇത് നമ്മൾ ചൂടുള്ള സാധനങ്ങളൊന്നും ഇതിൽ വെക്കരുത് കേട്ടോ. ചൂടില്ലാത്ത നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ കോരി വെക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിലൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു ബൗളാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും വന്നിട്ട് ഒരു പീസ് 20 രൂപയാണ് കേട്ടോ. അപ്പം ഞാൻ 4 എണ്ണം 80 രൂപ കൊടുത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, 20 രൂപ സ്റ്റോളെന്നും പറഞ്ഞൊരു സ്റ്റോൾ ഉണ്ട്, അവിടെ നിന്നാണ് ഇതെല്ലാം വാങ്ങിയത്. അപ്പോൾ ഇതും 20 രൂപയാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ലാഭമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഐസിൻ്റെ ഒരു ട്രേ ആണ്. ഈ ഐസിൻ്റെ ട്രേ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വാങ്ങിച്ചാലും പെട്ടെന്ന് പൊട്ടിപ്പോണ സാധനമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഐസ്ക്രീം കുടിച്ചിട്ട് വെച്ച് തേച്ചതാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ
ഇത് വലിയ ഐസ് കട്ടയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മളെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ചെറിയ ഐസ് ക്യൂബ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 എണ്ണം എടുത്ത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഫ്രിഡ്ജിനകത്ത് നോക്കുമ്പോൾ ഐസ് കട്ട കാണത്തില്ല. നമ്മൾ കൈയൊക്കെ പൊള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഐസ് കട്ട നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല 2 കളറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ്. അതും 20 രൂപയാണ് കേട്ടോ. ഒരു പീസ് 20 രൂപയാണ്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്നതാണ് ഈ ബൗളല്ല ഈ പ്ലേറ്റ്. ഇത് പൊട്ടുന്ന പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇത് അവർക്ക് എങ്ങനെ മുതലാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഈ വാഴയിലേര ഇതുള്ളത് കുറേ നാളുകൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ പ്ലേറ്റും ഉണ്ടായിരുന്നു, പക്ഷേ പ്ലേറ്റ് ഞാൻ എടുത്തില്ല. ഇതിൻ്റെ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇതും ഒരു പീസ് 20 രൂപയാണ്. 20 രൂപയാണ്. അപ്പോൾ എനിക്ക് ഇതും ഈ മിച്ചറൊക്കെ നമുക്കിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക്. പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് മിച്ചറോ ചിപ്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. അവർ കഴിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അവർ പോയതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ സാധനമാണ്. അപ്പം നമ്മൾ ബാത്റൂമിൽ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് നമ്മളിങ്ങനെ ബാത്റൂമിൻ്റെ ചുവരിൽ വെച്ചിട്ട് സോപ്പൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പുതിയ ബാത്റൂമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതും 20 രൂപയാണ്. ഇതെന്താ അങ്ങനെ പൊട്ടുന്ന സാധനമൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതെങ്ങനെ 20 രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു കട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങി അവിടെ നിന്ന് 20 രൂപ കൊടുത്ത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് 50 രൂപയ്ക്ക് വിറ്റാണ്. അത് വേറെ കാര്യം. എപ്പോഴും നമ്മൾ ബിസിനസ് മൈൻഡോടെ മാത്രമേ ചിന്തിക്കാവൂ. അപ്പം അത് കഴിഞ്ഞിട്ടൊന്ന് പ്ലേറ്റാണ് ഈ ബ്ലാക്ക് പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീൻ ടൈപ്പുള്ള പ്ലേറ്റ് ഞാൻ 4 എണ്ണം 200 രൂപയ്ക്ക് അങ്ങോട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതും 20 രൂപയാണ്. ഇതും പൊട്ടുന്ന ടൈപ്പൊന്നുമല്ല, അടിപൊളിയാണ് കേട്ടോ. ഇതും 20 രൂപയാണ്. ഇതിൽ പറ്റിയിരിക്കുന്നതും ആമിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആമി ഇന്നലെ ഐസ്ക്രീം കുടിച്ചിട്ട് ബാക്കി ഐസ്ക്രീം ഇത് ഇട്ടുകൊണ്ട് വന്ന കവറിനകത്ത് എടുത്തിട്ട് അങ്ങനെ പറ്റിയതാണ്. ഇതൊന്നും അഴുക്കല്ല, ഇതെല്ലാം ഐസ്ക്രീമാണത്. ഇന്നലെ കാണിച്ചു തന്ന പരിപാടിയാണ്. അപ്പോൾ ഇതും 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 4 എണ്ണം 80 രൂപയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് നാരങ്ങയ്ക്ക്. കാരണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർക്ക് നമ്മൾ നാരങ്ങ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അടുക്കളയിലിട്ട് പോകുമ്പോൾ അവർ നമ്മളെ കൂടെ വരും. അപ്പോൾ അവരെ മുമ്പ് വെച്ച് നമ്മൾ നാരങ്ങ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ എനിക്കൊരു വിഷമമാണ് കേട്ടോ. അവരെ മുമ്പ് വെച്ച് നമ്മൾ കൈ കൊണ്ട് നാരങ്ങ വെള്ളം പിഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു വിഷമമാണ്. അപ്പോൾ എനിക്കൊരു നാരങ്ങ ഞെക്കി ഉണ്ടായിരുന്നു, അത് സംഭവം കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു നാരങ്ങ ഞെക്കി വാങ്ങിച്ചിട്ടുണ്ട്. ഈ നാരങ്ങ ഞെക്കിക്കും 20 രൂപയാണ്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് അരിപ്പാണ്, ചായ അരിപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പല വീടുകളിലും കാണും ചായ അരിപ്പ്, ഇങ്ങനെ ചായക്കറ പറ്റിയിരിക്കുന്ന ചായ അരിപ്പ്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ചായ അരിപ്പിൽ ചായക്കറ നമ്മൾ കുറേയൊക്കെ കഴുകിയാൽ പോകും, എന്നാലും കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ കളറങ്ങ് മാറും. അപ്പോൾ നമ്മൾ ചായ അരിപ്പ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ചായ അരിപ്പ് വേണമെന്ന് തോന്നി, അങ്ങനെ ഞാനൊരു ചായ അരിപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയതാണ് ഈ സാധനം. ഇത് നമുക്ക് അതും ഇപ്പോൾ ഈ കാണിച്ച ഐറ്റം എല്ലാം 20 രൂപയാണ് കേട്ടോ. ഇതും 20 രൂപയുടെ ഐറ്റമാണ്. ഇതൊന്ന് തുറന്നിടാം. ഇത് നമുക്ക് കറിയൊക്കെ കോരി ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റും. ഇത് കുറഞ്ഞ പ്ലാസ്റ്റിക്കൊന്നും അല്ല കേട്ടോ, കട്ടിയുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് സ്നാക്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഇടയ്ക്ക് വിശക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്നാക്സൊക്കെ, ഞാൻ മെയിൻ ഉദ്ദേശം അതാണ് കേട്ടോ. സ്നാക്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പം ബാഗിലിട്ടുകൊണ്ട് പോകും. ആമിക്കാണെങ്കിലേ കോഴിക്കുഞ്ഞിൻ്റെ സ്വഭാവമാണ്. ആമിക്ക് ഇടയ്ക്ക് വിശക്കും. ചോറൊന്നും വേണ്ട, ഈ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് കോഴിക്കുഞ്ഞിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ അത് വാങ്ങി. അതും ഒരു പീസ് 20 രൂപയാണ്. അതിൻ്റെ 2 എണ്ണം വാങ്ങി. ഇത് പിന്നെ വാങ്ങി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആമിക്ക് പേന ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ആമിക്കും എവനും പേന ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. കാരണം പേനയും പെൻസിലും ആമി ഒരു പെൻസിലെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയാൽ ആ പെൻസിൽ 3-ാമത്തെ പക്കം കറക്റ്റ് അത് കാണാതാവും. കാരണം വീട്ടിൽ വന്ന് ഹോംവർക്ക് എഴുതിയിട്ട് ആ പെൻസിൽ പിന്നെ കാണാതാവും. പിന്നെ അടുത്ത പെൻസിലെടുക്കും. അപ്പോൾ അവളെ മനസ്സിലൊരു ചിന്തയുണ്ട്, അവളെ അച്ഛനും ഗൾഫിൽ പെൻസിലിൻ്റെ കമ്പനിയിലാണ് ജോലി എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തവണയും കൊണ്ടുവരുന്ന പെൻസിൽ ഫുള്ള് ഇവളിങ്ങനെ ചുമ്മാ വെട്ടിക്കളയും. അപ്പോൾ പെൻസിലും പേനയും എഴുതിയിട്ട് സൂക്ഷിച്ച് വയ്ക്കൂല. അതുപോലെ തന്നെ ഞാനായാലും എന്തെങ്കിലും എഴുതാൻ എടുത്തിട്ട് ആ പേനയും പെൻസിലും എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്, ഈ പെൻസിലിടാൻ വാങ്ങിച്ചതാണ് ഈ സാധനം. അപ്പോൾ ഇത് പെൻസിലിടുന്ന സാധനമാണോ അതാ നമ്മൾ എന്താണ്
പേസ്റ്റും ബ്രഷും ഒക്കെ ഇടുന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാനിത് കൊച്ചിന് പേനയും പെൻസിലും ഇടാൻ വാങ്ങിയതാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാണ്, അതും 20 രൂപയാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കാതിൽ ഇങ്ങനെ കൊളുത്തൊക്കെയുള്ള സാധനമാണ്. ഇതും നമുക്ക് സ്നാക്സൊക്കെ ഇടാം. അതുപോലെ ഇപ്പോൾ തോരത്തിനൊക്കെ അരിഞ്ഞത് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റന്നത്തൊക്കെയൊക്കെ എടുക്കാം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ ചോറൊന്നും കൊണ്ടുപോകാനൊന്നും ഞാനിത് കൊച്ചുങ്ങൾക്കൊന്നും എടുക്കാൻ കൊടുക്കരുത് കേട്ടോ. കൊടുക്കരുതെന്ന് ഞാൻ എൻ്റെ കൂടെ തന്നെ പറയുന്നത്. കാര്യമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലേ, അതിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും കൊച്ചുങ്ങൾക്കൊന്നും ആഹാരമൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇത് നമുക്ക് തണുത്ത സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഇട്ട് വയ്ക്കാം. പിന്നെ സ്നാക്സ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാം. അപ്പം അതിൻ്റെതാ 2 കളറാണ് വാങ്ങിയിട്ടുള്ള. അതും ഒരു പീസ് 20 രൂപയാണ്. അതിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് നേരത്തെ കാണിച്ചതിൻ്റെ പൂവുള്ള മോഡൽ പാത്രമാണിത്. ഇതും പ്രത്യേകിച്ചും അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇതും നമുക്കതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ, അടപ്പുള്ള പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും ഒരു പീസ് വന്നിട്ട് 20 രൂപയാണ്. പിന്നെ ആദ്യമേ ചെന്നുടനെ വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത്. അതെന്ന് വെച്ചാൽ ചെന്നുടനെ ആമി ഇത് കണ്ടപ്പോൾ എനിക്കിത് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇത് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇതാണ് വാങ്ങിയതിൽ ഇത്തിരി റേറ്റ് കൂടിയത്. 3 പീസ് 100 രൂപയാണ് കേട്ടോ. പക്ഷേ ഇത് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. ഇത് മറ്റേ പൊട്ടുന്നതാണ്, തറയിൽ വീണാൽ പൊട്ടുന്നതാണ്. പക്ഷേ ആദ്യമേ ഞാൻ മറ്റേ കട കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കത്തില്ലായിരുന്നു. കാരണം എങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ നമുക്ക് മിച്ചറോ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചോറിനുള്ള കറികളൊക്കെ ഇട്ട് കൂട്ടും. പക്ഷേ ഇത് തറയിൽ വീണാൽ അത് ആ സൗണ്ട് കേട്ടല്ലോ, പൊട്ടുന്ന ഐറ്റമാണ്. ഇത് വന്നിട്ട് 3 പീസ് 100 രൂപയാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് കപ്പാണ്. കാരണം ഈ കുപ്പി ഗ്ലാസ്സിൽ ചായ കൊടുപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇവിടെ നിർത്തി വെച്ചേക്കുകയാണ്. കുപ്പി ഗ്ലാസ്സിൽ ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ് കറക്റ്റാണ് പൊട്ടിച്ചാണ് എൻ്റെ കയ്യിൽ കിട്ടാറുള്ളത്, ഞാനടക്കം. അപ്പോൾ അതുകൊണ്ട് കപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് 5 കപ്പ് 100 രൂപയാണ്. ഇതും ഈ 3 പ്ലേറ്റ് വാങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 5 കപ്പ് 100 രൂപയാണ്. പൊട്ടുന്ന കപ്പാണ്, ഇട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല, എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ആമിക്കൊരു കപ്പുണ്ട് ഈ വീട്ടിൽ. അത് കുറച്ച് വലിയ കപ്പാണ്. ആ കപ്പിൽ മാത്രമേ ആമി ചായ കുടിക്കത്തുള്ളൂ. ആമി വേറെ ആരെങ്കിലും ആ കപ്പിൽ കുടിച്ച് അപ്പം അടി ഉണ്ടാക്കും കേട്ടോ. കാര്യം എന്ന് പറയുമ്പോൾ ആ കപ്പിൽ 1.5 ഗ്ലാസ് ചായ ഉള്ളും. ചായ മാത്രമേ ആമി അതിൽ കുടിക്കത്തുള്ളൂ എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. വേറൊരു സാധനവും അവൾ ആ ഗ്ലാസ്സിൽ കുടിക്കത്തില്ല. ചായ അവൾക്കൊരു 1.5 ഗ്ലാസ് വേണം. പക്ഷേ അത്രയും വാങ്ങിച്ചിട്ട് അതിൻ്റെ പാതിയെ അവൾ കുടിക്കും, പാതി ഇവിടെ വെച്ച് ഇറമ്പ് കയറാൻ വെച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമിയെ പറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 5 കപ്പ് 100 രൂപയാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം 20 രൂപയാണ് കേട്ടോ. കാരണം ഇത് 20 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ചോദിച്ചു, 20 രൂപ തന്നെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇത് നമുക്ക് നമ്മളെ മേക്കപ്പ് സാധനം അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് അടുക്കളയിലായാലും ഓരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ ഈ പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്കിങ്ങനെ വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉപയോഗമുള്ളതാണ്. ലാവൻഡർ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു പീസ് 20 രൂപയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എത്ര എണ്ണം വാങ്ങിയെന്ന് ചോദിച്ചാൽ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മീഷോയിലൊക്കെ ഞാൻ നോക്കിയായിരുന്നു. മീഷോയിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഇത് 5 എണ്ണം 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത വാങ്ങിയിട്ടുള്ളത് ഇതാണ്. ഇതും 20 രൂപയാണ് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള വലിയതാണ്. അപ്പോൾ ഇതും 20 രൂപയാണ്. ഇതൊക്കെ 20 രൂപയ്ക്ക് അവരെങ്ങനെ തരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതും 20 രൂപയാണ്. പക്ഷേ ഇത് പൊട്ടും കേട്ടോ, പൊട്ടാനുള്ള ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് 2 എണ്ണം 20 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ ഒരു സാധനം കൂടെ വാങ്ങിച്ചു കേട്ടോ. ആമിക്കൊരു കുടുക്ക വാങ്ങിച്ചിട്ടുണ്ട്. ആമിക്കല്ല കുടുക്ക വാങ്ങിച്ചത്, സത്യം പറഞ്ഞാൽ എനിക്കാണ് കുടുക്ക വാങ്ങിച്ചത്. ഞാൻ ഈ ചില്ലറ പൈസകൾ പിന്നെ 10 രൂപ 20 രൂപയൊക്കെ വരുന്നത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ബാഗിൽ വരുന്ന ചില്ലറ പൈസകൾ ഇട്ട് വയ്ക്കാം. എന്നിട്ട് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്, ആ കുടുക്കയിൽ വരുന്ന പൈസ കൊണ്ട് വേറൊരു സാധനം വാങ്ങിക്കണമെന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 20 രൂപ സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് 50 സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 1000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ 1000 രൂപയുടെ സാധനമാണ്. ഇനി വേറെ 1-2 സാധനങ്ങളുണ്ട്, അതവരെ കളിപ്പാട്ടവും അതും ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെ അവരെടുത്തിട്ട് പോയി. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ്.
അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അലുവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് ഇതാ അലുവയാണ്. അലുവ നമ്മളെ ബ്ലാക്ക് അലുവയും ഗ്രീൻ അലുവയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 250 വെച്ചാണ് ചോദിച്ചത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ അലുവ ആർക്കും വലിയ പ്രിയമില്ല, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് 250 ഗ്രാം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മളെ നൊസ്റ്റാൾജിയ മിഠായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കൊക്കെ ഈ സാധനം ഉണ്ടായിരുന്നു. ആപ്പിൾ മിഠായി എന്നായിരുന്നു നമ്മൾ പറയുന്നത്. അന്ന് ഇതിന് 2 രൂപയും കണ്ടായിരുന്നു, 2 രൂപയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആമിയുടെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ചതാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വാങ്ങിച്ചതല്ല. പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വാങ്ങിച്ചൊരു സാധനമുണ്ട്, നമ്മളെ പുളിമിഠായിയാണ്. പുളിമിഠായി കഴിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് 50 പൈസയായിരുന്നു ഈ പുളിമിഠായിക്ക്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പൈസ കരഞ്ഞ് കാല് പിടിച്ച് വാങ്ങിച്ച ഒരു പ്രായം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാമ്പിനെന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് സ്റ്റാമ്പിന് കൊടുക്കാതെ പെൻഡിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുളിമിഠായി വാങ്ങിച്ച് തിന്നും. സ്റ്റാമ്പിന് പൈസ കൊടുക്കാത്തവരെ പേര് വിളിക്കുമ്പോൾ എന്നും എണീച്ച് നിൽക്കുമായിരുന്നു. അത് നമുക്കൊരു വിഷയമല്ല, കാരണം നമ്മൾ പുളിമിഠായി കഴിച്ചിട്ടുണ്ടല്ലോ. അത് കഴിച്ചിട്ട് പിന്നെ വാങ്ങിച്ചത് ഇതാണ്. ഇതിൻ്റെ മധ്യത്ത് പേപ്പറാണ് കേട്ടോ ഇവർ കയറ്റി വെച്ചേക്കുന്നത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഒരു ബോക്സ് വന്നിട്ട് 50 രൂപയാണ്. അതും ആ പുളിമിഠായി വാങ്ങിയ കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ഇതാണ്. ഇതിൽ കിടക്കുന്ന ഈ മിഠായി വേറൊരു പാക്കറ്റാണ്, ആമി പൊട്ടിച്ച് ഇതിനകത്തിട്ടതാണ്. അപ്പോൾ ഇത് എന്തോ പേടയാണ്. അപ്പോൾ ഇതും ഒരു പാക്കറ്റ് 50 രൂപയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നലെ നമ്മൾ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ആരെങ്കിലുമൊക്കെ ചിറങ്കീഴ് മേളയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ചാടിക്കയറി ഒരു സാധനം നമ്മളെ കണക്ക് വാങ്ങിച്ച് അബദ്ധം പറ്റണ്ട. 20 രൂപയുടെ ഒരു സ്റ്റാൾ അവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും, നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം, നമുക്ക് അടുക്കളയിൽ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ 20 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ കുറേ സ്റ്റാളുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.